ഹലോ, കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഊണിന് പറ്റിയ നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനാദ്യം ഇതുപോലെ 5 പച്ചമുളക് എടുത്തതിന് ശേഷം നടുവിൽ കീറി അതിനകത്ത് നമുക്കിതുപോലെ ഉപ്പൊന്ന് വെച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ പച്ചമുളകിലും നമുക്ക് ഇതുപോലെ ഉപ്പ് നിറച്ച് കൊടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് തട്ടി നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഈ പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ പച്ചമുളക് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. കോരി മാറ്റിയ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന 7 ചെറിയ ഉള്ളി കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തൈരൊന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ വറുത്ത മുളക് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി തീ ഓഫാക്കാം. ഇവിടെ നമ്മുടെ ഒഴിച്ചുകറി തയ്യാറായിരിക്കുകയാണ്. നല്ല രുചികരമായൊരു കറി തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.